നമുക്കിനി അടുത്ത പാർട്ടിലേക്ക് പോവാം. സെക്കൻഡ് പാർട്ട് ആണ് ബാലൻസ് ഓഫ് പവർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ് തോട്ട് ഇൻ ഇന്റർനാഷണൽ പൊളിറ്റിക്സ്. ബാലൻസ് ഓഫ് പവർ എന്ത് തരത്തിലുള്ള പ്രിൻസിപ്പിളാണ്, എന്ത് തരത്തിലുള്ള ചിന്താഗതിയാണ് എന്നുള്ളതാണ്. ഇതൊരു റിയലിസ്റ്റ് ചിന്താഗതിയാണോ, ലിബറലിസ്റ്റ് ചിന്താഗതിയാണോ, മാർക്സിസ്റ്റ് ചിന്താഗതിയാണോ, ട്രഡീഷണൽ ആണോ? 33 നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഇറ്റ്സ് എ ഡി. അതായത് ഇതൊരു റിയലിസ്റ്റ് ചിന്താഗതിയാണ് ഈ പറയുന്ന ബാലൻസ് ഓഫ് പവർ. അസേർഷൻ റീസൺ ആണ് 34. സിസ്റ്റം തിയറി ഈസ് ക്രിട്ടിസൈസ്ഡ് ഫോർ ഇറ്റ്സ് അലീഡ് ഐഡിയോളജിക്കൽ ബേസിസ് ഇൻ ഫേവർ ഓഫ് സ്റ്റാറ്റസ് കോ. System theory stresses upon notions of stability, equilibrium, steady state and pattern wins. ഉത്തരം വന്നിട്ട് സി ആണ് ആൻസർ. സി. എ is true but R is false. 34 ഉത്തരം സി ആണ്. A is true, R is false. 35 ഗെയിം തിയറി വാസ് ഒറിജിനലി ഡെവലപ്ഡ് ബൈ. ഗെയിം തിയറി എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആരാണത് ഒറിജിനലി ഡെവലപ്പ് ചെയ്തതാണ്. അതിൻ്റെ വക്താക്കൾ വേറെയുണ്ട്, പക്ഷെ അത് ഡെവലപ്പ് ചെയ്ത ആരാന്നുള്ളതാണ്. 35ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് സി ആണ് ആൻസർ. എമിൽ ബ്രോറൽ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. കൊമേഴ്സ് കോഴ്സ് ഇസ് എ സെക്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ്. കൊമേഴ്സ് കോഴ്സ് എന്ന് പറയുന്ന ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യം ഏതാണ്? 36ാമത്തെ ചോദ്യം എ ആണ്, USA ആണ്. ദ ഐഡിയ ഓഫ് കേവ് ആൻഡ് ഷാഡോസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. കേവ് ആൻഡ് ഷാഡോസ് എന്ന് പറയുന്ന ഐഡിയ അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, മാക്കിയവെല്ലി ആൻഡ് മാർക്സ്. ഇത് അസോസിയേറ്റഡ് വിത്ത് പ്ലേറ്റോ ആണ്. ഹൂ ടേംഡ് മോർഗേന്തൂസ് സ്വീഡിഷ് തിയറി ആസ് എ പവർ മോനിസം എന്ന് വിശേഷിപ്പിച്ചതാണ്. മോർഗേന്തൂവിൻ്റെ സ്റ്റൈലിഷ് തിയറിനെ ആരാണ് വിശേഷിപ്പിച്ചത്? 38 ആൻസർ എ ആണ്, സ്റ്റാൻലി ഹോഫ്മാൻ ആണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. സ്റ്റാൻലി ഹോഫ്മാൻ. വിച്ച് റൗണ്ട് ഓഫ് ടോക്ക് ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് WTO? WTOയുടെ രൂപീകരണത്തിന് ഏത് റൗണ്ട് ഓഫ് ടോക്കാണ് സഹായിച്ചത് എന്നുള്ളതാണ്. ടോക്കിയോ റൗണ്ട്, ഉറുഗ്വേ റൗണ്ട്, ദോഹ റൗണ്ട്, ജനീവ റൗണ്ട്. ഏത് റൗണ്ടാണ് വരുന്നത്? സി ആണ് ആൻസർ. ഉറുഗ്വേയുടെ വെച്ചാണ് WTOയെ പറ്റി ആശയം ഉണ്ടായിരുന്നത്. ദ ടേം സ്യൂഡോ സ്പെഷ്യൽ ഗ്രൂപ്പ് അസോസിയേറ്റഡ് വിത്ത്. സ്യൂഡോ സ്പെഷ്യൽ ഗ്രൂപ്പ് ഇതുമായി ബന്ധപ്പെട്ടാണ്. 40ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ബി ആണ്, ജീൻ ബ്ലോണ്ടൽ. 41 വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആർ ദ ഓക്സിലറി ഏജൻസീസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? നീതി ആയോഗ്, UPSC, PMO, സെൻട്രൽ PWD, ക്യാബിനറ്റ് കമ്മിറ്റി. ഇത് ഓക്സിലറി ഏജൻസീസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഓക്സിലറി സഹായ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? അത് ഉത്തരം നമുക്ക് 41ാമത്തെ ഉത്തരവായിട്ട് വരുന്നത് ബി ആണ്. ബി എന്ന് പറയുന്നത് 2ഉം 4ഉം ആണ്. അതായത് UPSC, സെൻട്രൽ PWD രണ്ടുമാണ് ഓക്സിലറി ഏജൻസീസ് ആയിട്ട് വരുന്നത്. 2ഉം 4ഉം. 42 ദ ഫ്രേസ് ദ ഡിസ്റ്റിലേഷൻ ഓഫ് മാക്സിമൽ ഇമേജ് റിലേറ്റ്സ് ടു. ഡിസ്റ്റിലേഷൻ ഓഫ് മാക്സിമം എന്ന ഫ്രേസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? 42 ഡി ആണ് ആൻസർ. പോസ്റ്റ് ബിഹേവിയറലിസം. 43 തിയറി ഓഫ് ഇക്വിഡിസ്റ്റൻസ് റിലേറ്റഡ് ടു. തിയറി ഓഫ് ഇക്വിഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതുമായി ആരാണ് അതിൻ്റെ ആളെന്നുള്ളത്? 43 സി ആണ് ആൻസർ. RM ലോഹിയാണ് ഇക്വിഡിസ്റ്റൻസിനാണ്. നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. 44 വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആന്റി പോസിറ്റിവിസ്റ്റ്, ആന്റി ഹൈറാർക്കിക്കൽ? 44ാമത്തെ ചോദ്യത്തിന് ഉത്തരം ബി ആണ് വരുന്നത്, ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. 45 വിച്ച് ഓഫ് ദ ഫോളോവിങ് കംസ് അണ്ടർ ദ സെക്കൻഡ് ജനറേഷൻ റൈറ്റിൽ വരുന്ന ഏതാണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഫ്രീഡം ഓഫ് അസോസിയേഷൻ, എൻവയോൺമെന്റൽ റൈറ്റ്, ഫ്രീഡം ഓഫ് റിലീജിയൻ. ഇതിനകത്ത് സെക്കൻഡ് ജനറേഷൻ റൈറ്റിൽ വരുന്നത് 45 എ ആണ് വരുന്നത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് 45 വരുന്നത്. 46ാമത്തെ ചോദ്യം
മാച്ച് ദ ഫോളോവിങ് ആണ്. ഹ്യൂമൻ നേച്ചർ ഇൻ പൊളിറ്റിക്സ്, ആസ്പെക്ട് ഓഫ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്, ന്യൂ ആസ്പെക്ട് ഇൻ പൊളിറ്റിക്സ്, പൊളിറ്റിക്സ് മോഡേണൈസേഷൻ. ഇത് ആരാണ് ഇതിന്റെ ആൾക്കാർ എന്നുള്ളതാണ്. ഉത്തരം വരുന്നത് 46-ാമത്തെ ഉത്തരം വരുന്നത് ഡി ആണ്. ഡി എന്ന് പറയുന്നത് A3 ആണ്. ഹ്യൂമൻ നേച്ചർ ഇൻ പൊളിറ്റിക്സ് ഗ്രഹാം വാൾസ്. ആസ്പെക്ട്സ് ഓഫ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് വരുന്നത് ഒന്നാണ് ലുസിയാൻ പൈ. ന്യൂ ആസ്പെക്ട്സ് ഓഫ് പൊളിറ്റിക്സ് വരുന്നത് C4 ആണ്, ചാൾസ് മേറിയാം. പൊളിറ്റിക്സ് ഓഫ് മോഡേണൈസേഷൻ വരുന്നത് 2 ആണ്, ഡേവിഡ് ആപ്റ്റർ ആണ്. 47. Who among the following has written the article The Zigzag of Politics? പൊളിറ്റിക്സ് എന്ന ആർട്ടിക്കിൾ എഴുതിയ ആളെ. 47 ഉത്തരം വരുന്നത് സി ആണ്, നോസിക് ആണ് ഇത് എഴുതിയത്, നോസിക്. 48. Supreme Court of India declared that Constitutional Assembly should be convened to amend the fundamental rights in the judgment of. സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു the Constituent Assembly should be convened to amend the fundamental right the judgment of. ജഡ്ജ്മെന്റിലാണ് അങ്ങനെ പറഞ്ഞത്. 48 ബി ആണ് ഉത്തരം. ഗോലക്നാഥ് കേസാണ്, ഗോലക്നാഥ് കേസിലാണ് അങ്ങനെ പറഞ്ഞത്. 49. The term Regional Comprehensive Economic Partnership relate to the group of countries known as SCO, SAARC, ASEAN, G20. റീജിയണൽ ആണ്, അത് റീജിയണലാണ് വരുമ്പോൾ 49-ാമത്തെ ഉത്തരം വരുന്നത് ഡി ആണ് ആൻസർ വരുന്നത്. ഡി എന്ന് പറയുന്നത് ASEAN, ആസിയാൻ ഒരു റീജിയണൽ എക്കണോമിക് പാർട്ണർഷിപ്പ് ആണ്. 50. Who described the nature of Indian state as a incremental democratic modernization? ഇങ്ങനെ വിശേഷിപ്പിച്ച ആരാണ്? ഇൻക്രിമെന്റൽ ഡെമോക്രാറ്റിക് മോഡേണൈസേഷൻ എന്ന് വിശേഷിപ്പിച്ചത്. 50-ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് എ ആണ്. എ എന്ന് പറയുന്നത് രഞ്ജനി കോത്താരിയാണ്. 51. റോബർട്ട് ജെർവിസ് ആൻഡ് ജാക്ക് സിൻഡർ ആർ എക്സാമ്പിൾസ് ഓഫ്. അവരെന്തിൻ്റെ ആൾക്കാരാണ്? അവര് 51-ാമത്തിന് ഉത്തരം ബി ആണ്. അവർ ഡിഫെൻസീവ് നിയോ റിയലിസത്തിന്റെ ആൾക്കാരാണ്. 52. അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗവർണർ ക്യാൻ റിസർവ് എ ബിൽ ഫോർ എ കൺസിഡറേഷൻ ഓഫ് പ്രസിഡന്റ് പരിഗണനയ്ക്കായി ഗവർണർക്ക് ബില്ല് അയക്കാവുന്നത് ഏത് ആർട്ടിക്കിളിന്റെ ബലത്തിലാണ് അവരത് ചെയ്യുന്നത്? 52-ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ബി ആണ്, ആർട്ടിക്കിൾ 200. ആർട്ടിക്കിൾ 200-ന്റെ ബലത്തിലാണ് അവരത് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 200-ന്റെ ബലത്തിലാണ് അവരത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. അടുത്ത 53-ാമത്തെ ചോദ്യം. The first Western thinker who separated politics from ethics. ആരാണ് അങ്ങനെ ചെയ്തത്? 53 എത്തിക്സും പൊളിറ്റിക്സും നമ്മൾ വേർതിരിച്ചത് 53 സി ആണ്, സി മാക്കിയവെല്ലിയാണ് അത് ചെയ്തത്. അസേഷൻ 54. അസേഷൻ ഓൾ മൈനോറിറ്റീസ് വെദർ ബേസ്ഡ് ഓൺ റിലീജിയൻ ഓർ language shall have the right to establish administer education institution of their choice. Institution established by minorities are entitled to government aid and government is not under the obligation to give aid. ഇത് രണ്ടും ശരിയാണോ? 54 സി ആണ്. എ is true, R is false. R is false ആണ്. A is true ആണെങ്കിൽ R is false ആണ്. 55. Who called യൂണിറ്റി ഓഫ് കമാൻഡ് ആസ് എ മിലിറ്ററി ടൈപ്പ് ഓഫ് ഫോർമാറ്റ്? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ ഒരു തിയറിയാണ്. അത് മിലിറ്ററി ടൈപ്പ് ഫോർമാറ്റ് ആണ് പറഞ്ഞാരാണ്? 55 ബി ആണ്, ടൈലർ ആണ്. സബ്സ്റ്റാൻസ് മസ്റ്റ് കം ഫ്രം ടെക്നിക് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ്. 56 ഡി ആണ് ആൻസർ. പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച്. അനാപോലിസ് conference was held to solve. Annapolis conference was held to solve. 57 സി ആണ്, ഇസ്രയേലി പലസ്തീൻ കോൺഫ്ലിക്റ്റ്. 58. ആർട്ടിക്കിൾ ഡാഷ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കണ്ടെയ്ൻ പ്രൊവിഷൻസ് റിഗാർഡിംഗ് പഞ്ചായത്തുമായി പ്രൊവിഷൻസ് കണ്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? 58 ഡി ആണ് ആൻസർ. 243 തൊട്ട് 243 ഓ വരെ. 243 തൊട്ട് 243 ഓ വരെയുള്ളതാണ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ്. LMNO ഓ വരെ ഉണ്ട്. In India, the Public Account Committee was created on the recommendation of the
59 ബി ആണ്. മൊണ്ടേഗു ചെംസ്ഫോർഡ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ക്രിയേറ്റ് ചെയ്തത് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. 60 ബിഹേവിയറൽ അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വാസ് ഡെവലപ്ഡ് ബൈ. ബിഹേവിയറൽ അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വാസ് ഡെവലപ്ഡ് ബൈ. 60 സി ആണ് ആൻസർ. ചാൾസ് ബെർണാഡ് ആൻഡ് സൈമൺ. 61 എന്ന് പറയുന്നത് who regarded the two components parts of the states are respective apparatus of state and the ideological apparatus of state. ഐഡിയോളജിക്കൽ അപ്പാരറ്റ് ഓഫ് സ്റ്റേറ്റും റെപ്രസെൻറ്റേറ്റീവ് അപ്പാരറ്റ് ഓഫ് സ്റ്റേറ്റും എന്ന് പറയുന്ന രണ്ട് കമ്പോണൻസിൻ്റെ കണക്കാക്കുന്ന ആരാണ്? 61 എ ആണ്. പോളൻസാസ്. 64 ഫുൾട്ടൺ സ്പീച്ച് വാസ് മെയ്ഡ് ബൈ. ഫുൾട്ടൺ സ്പീച്ച് വളരെ 63 ഉണ്ടല്ലേ, 62 ഉണ്ട്. 62ാമത്തെ ചോദ്യം, the notion of withering away state was introduced by. 62 ബി ആണ്. ഏംഗൽസ് ആണ്. സ്റ്റേറ്റ് വിതർ അവേ എന്ന് പറഞ്ഞ ഏംഗൽസ് ആണ് ഇത് പറഞ്ഞത്, വിതറിങ് അവേ സ്റ്റേറ്റ്. വിച്ച് അമെൻമെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡഡ് ഫോർ ദ അപ്പോയിൻമെന്റ് ഓഫ് സെയിം പേഴ്സൺ ആസ് ഗവർണർ ഓഫ് 2 or more സ്റ്റേറ്റ്? 2 സ്റ്റേറ്റിൽ ഒരു ഗവർണർ നിയമിക്കുക എന്ന് പറയുന്നത് ഏത് അമെൻമെന്റ് വഴിയാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ 63 ഡി ആണ്. 7th amendment ആണ് കേട്ടോ. ഫുൾട്ടൺ സ്പീച്ച് വാസ് മെയ്ഡ് ബൈ സി ആണ്. വിൻസ്റ്റൺ ചർച്ചിലാണ് ഫുൾട്ടൺ സ്പീച്ച് നടത്തിയത് കേട്ടോ. ഇരുമ്പുമറ പ്രസംഗം എന്നൊക്കെ പറയിപ്പുണ്ട്. 65 ഫസ്റ്റ് ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസ് ഹെൽഡ് അറ്റ്. 65ാമത്തെ ചോദ്യം ബി ആണ്. ന്യൂഡൽഹി. 66 ഹൂ മെയ്ഡ് 18 definitions of public administration and put them in 4 categories of political, legal, occupational and managerial? 66ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് എ ആണ്. പോൾ എച്ച് അബിൾബൈ. 67 ഹൂ among the following the realist thinkers identifies 3 images of politics? 3 images of politics കണ്ടെത്തിയത് 67 ബി ആണ്. കെന്നത്ത് വാൾസ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് കേസസ് പ്രോംപ്റ്റഡ് ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ ടു ഇനാക്ട് 24th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്? 68 എ ഗോരഖ്നാഥ് കേസ്. 68. 69 assertion according to Lucian by political development is characterized by equality, capacity and differentiation. Reason a state should attempt to strengthen these aspects of development. ഉത്തരം വരുന്നത് 69. ഉത്തരം വരുന്നത് ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ both A and A are true but R is not the correct explanation of A. Civil society is not a central concept in the political thought of. Civil society is not a central concept of political thought of Lenin not considering civil society. 71 who criticized the power and authority of bureaucracy as new despotism? അങ്ങനെ വിശേഷിപ്പിച്ചതാരാണ്? 71ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് എ ആണ്. എ എന്ന് പറയുന്നത് ലോർഡ് ഹെവാർട്ടാണ്. അടുത്തത് നമുക്ക് 72ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഹു കൺസീവ്ഡ് ദ ഇന്റർനാഷണൽ സിസ്റ്റം ആസ് അനലിറ്റിക്കൽ എൻറ്റിറ്റി? 72ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ബി ആണ്. ബി എന്ന് പറയുന്നത് മോർട്ടൻ കപ്പാനാണ് ഇന്റർനാഷണൽ സിസ്റ്റം ആസ് അനലിറ്റിക്കൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. 73 ദ UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ആൻ ഇന്റർനാഷണൽ ട്രീറ്റി ഡ്രോൺ അറ്റ്. 73ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ റിയോ ഡി ജനീറോ 1992. 74 author of the report entitled North South a program for survival. അങ്ങനെ ഒരു ബുക്കിന്റെ രചയിതാവാണ്. 74 എ ആണ്. എ എന്ന് പറയുന്നത് വില്ലി ബ്രാൻഡ്. 75 ഫൈനർ ഹാസ്
ഡിസൈൻ ദ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആസ് 75 ഡി ആണ്. അനോണിമസ് എംപയർ 76. ഐഡിയ ഓഫ് യൂണിയൻ giving direction to the state was adopted by makers of Indian Constitution from 76. സി ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ജോൺ റോൾസ് കൺസ്ട്രക്റ്റഡ് ഹിസ്റ്ററി ഓഫ് ജസ്റ്റിസ് ബൈ ഡ്രോയിങ് ഓൺ ദ മെത്തഡോളജി ഓഫ് 77. ആൻസർ എ ആണ്. ലോക്ക് ആൻഡ് കാന്ത്, മാനുവൽ കാന്ത് ലോക്കുമാണ് ജോൺ റോൾസിന്റെ തിയറി ഓഫ് ജസ്റ്റിസിനെ പറ്റിയൊക്കെയുള്ള പഠനങ്ങൾക്ക് കാരണമായത്. 78. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ്? എ ബിൽ പെൻഡിങ് ലോക്സഭ ലാപ്സസ് ഓൺ prorogation. A bill pending Rajya Sabha which has not been passed by the Lok Sabha shall not lapse on dissolution of Lok Sabha. കറക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2 ബോത്ത് 1, 2 ശരിയാണ്. ഏതാണ് ശരി എന്നുള്ളത് തെറ്റെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് 78ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ബി ആണ്. 78ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ബി ആണ്. ബി എന്ന് പറയുന്നത് ടു ഓൺലി മാത്രമാണ് ശരി. പ്രൊറോഗേഷൻ വഴി ബില്ല് പെൻഡിങ് ആകുന്നത് ലാപ്സ് ആകുന്നില്ല. അത് ഡിസോൾവ് ചെയ്താൽ മാത്രമേ പെൻഡിങ് ബിൽസ് ലാപ്സ് ആവുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 79. മാച്ച് ദ ഫോളോയിങ്. ദ സ്റ്റേറ്റ്സ് അത് മാച്ച് ദ ഫോളോയിങ്. ദ സ്റ്റേറ്റ് ഈസ് ദ സോൾ റിറ്റ് ലാർജ്. State is coordinating, adjusting. State has monopoly legitimate within the force. The state is self-analyzing and actualizing individual. ഇതൊക്കെ പറഞ്ഞു തരാന്നുള്ളതാണ് മാച്ച് ദ ഫോളോയിങ് വരുന്നത്. 79ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് സി ആണ്. സി എന്ന് പറയുന്നത് A1 വരുന്നത്. സ്റ്റേറ്റ് ഈസ് ദ സോൾ റിറ്റ് ലാർജ്. A1 ഹെഗലാണ് പറഞ്ഞത്. സ്റ്റേറ്റ് ഈസ് കോർഡിനേറ്റിംഗ് ആൻഡ് അഡ്ജസ്റ്റിംഗ് എന്ന് പറഞ്ഞത് 3ാമത്തെ ആളാണ് ഏണസ്റ്റ് ബാർക്കർ. സ്റ്റേറ്റ് ഈസ് മോണോപ്പൊളി ഓഫ് ലെജിറ്റിമേറ്റ് ഫിസിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞത് സി 2 മാക്സ് വെബർ ആണെന്ന് പറഞ്ഞത്. 4. സ്റ്റേറ്റ് ഈസ് എ സെൽഫ് റിയലൈസിംഗ് ആൻഡ് സെൽഫ് ആക്ച്വലൈസിംഗ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞത് 4ാമത്തെ ആളാണ് ഹെർബർട്ട് സ്പെൻസർ ആണ് പറഞ്ഞത്. സ്റ്റേറ്റിനെ പറ്റിയുള്ള നിർവചനങ്ങൾ പറഞ്ഞവരാണ് കേട്ടോ. അടുത്തത് 80ാമത്തെ ചോദ്യമാണ്. 80ാമത്തെ ചോദ്യം പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി സീക്സ് ടു എൻഹാൻസ്. ഉത്തരം ബി ആണ്. ആക്റ്റീവ് സിറ്റിസൺഷിപ്പ്. പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആക്റ്റീവ് സിറ്റിസൺഷിപ്പ് എൻഹാൻസ് ചെയ്യുക. 81 ബി ആണ് ഉത്തരം കേട്ടോ. The policy of protective discrimination seeks to promote. പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം സബ്സ്റ്റാൻറ്റീവ് ഇക്വാലിറ്റിയാണ്. പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷനും നമുക്ക് അത് നമ്മുടെ റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഈ പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന് വേണമെങ്കിൽ പറയുന്നുണ്ട്. അതിന് പറയുന്ന ന്യായീകരണമാണ് ഈ സബ്സ്റ്റാൻറ്റീവ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. 82. ദ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് കണ്ടംപററി അഡ്വക്കേറ്റ് ഓഫ് ലിബർട്ടേറിയനിസത്തിന്റെ ഇപ്പോഴത്തെ വക്താവ്. 82 ഉത്തരം വരുന്നത് ഡി ആണ്. നോസിക്കാണ് ഇങ്ങനെയാണ്. 83. ഇക്കണോമിക് ഡിറ്റർമിനിസം ഇംപ്ലൈസ് അൾട്ടിമേറ്റ് പ്രൈമസി ഓഫ്. 83ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ബി ആണ്. ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ക്ലാസ് സ്ട്രഗിൾ ഉണ്ട്, ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, നോളജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, പ്രോപ്പർട്ടി റിലേഷൻസ് ഉണ്ട്. ഉത്തരം വരുന്നത് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ. 84. വിച്ച് ഓഫ് ദ ഫോളോയിങ് വർ റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ? എക്കണോമിക് എക്സ്പ്ലോറേഷൻ, ഇമ്പാക്ട് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, റോൾ ഓഫ് പ്രസ്. നാഷണലിസം കൂടാൻ ബ്രിട്ടീഷുകാരുടെ സമയത്ത് എന്തായിരിക്കും കാരണം വരിക? 3 ഇല്ലേ? 84 3 ഉണ്ട്. 1, 2, 3 3 ഇതിനകത്ത് കാരണമാണ്. The ASEAN was established by Manila Declaration, Bangalore Declaration, Singapore Declaration, Colombo Declaration. ഉത്തരം വരുന്നത് 85ാമത്തെ ഉത്തരം വരുന്നത് സിംഗപ്പൂർ ഡിക്ലറേഷൻ. 86. വാട്ട് ഈസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഫോളോയിങ്? സ്റ്റാർട്ട് 1, INF ട്രീറ്റി, CTBT, NPT. CTBT 3ാമത് കിടക്കുന്ന ഒന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് CTBT ആണോ ഏറ്റവും, അപ്പോൾ സി ആണോ ആൻസർ എന്ന് ഡൗട്ടുണ്ട്. 86ാമത്തെ സി ആണ് കേട്ടോ. CTBT ആണ് ഏറ്റവും ലാസ്റ്റ് വന്നതെന്ന് ഇവിടെ ഞാൻ വായിച്ചത് ഓർമ്മയുണ്ട്.
അങ്ങനെയാണെങ്കിൽ ആദ്യം വന്നത് ഇവിടെ നമുക്ക് NPT ആണ്, അതിനുശേഷം രണ്ടാമത് വന്നത് ഏജന്റ് ഓഫ് ട്രീറ്റി ആണ്, അതിനുശേഷം ഒന്നാമത്തെ സ്റ്റാർട്ട് വൺ, അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ഇതിനകത്ത് രൂപയാണ് കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബ്രാൻഡ് ട്രീറ്റി, അതാണ് CTBT. 87 assertion. One of the fundamental principles of Indian Constitution is the rule of law. അത് കറക്റ്റ് തന്നെയാണ്, അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ഗ്യാരണ്ടി ടു എവറി സിറ്റിസൺ ദ ഈക്വാലിറ്റി ഓഫ് ലോ ഹാസ് റെക്കഗ്നൈസ്ഡ് ജുഡീഷ്യറി as an unfailing guardian of the rights of the people. Both A and R true are the correct explanation of A എന്ന് പറയുന്നതിനകത്ത് തെറ്റുണ്ടോ? 87 നോക്കാം. അയ്യോ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആണ്, പക്ഷെ ആർ നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. രണ്ടും ശരിയാണ്, പക്ഷെ അതിനൊന്ന് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയുന്നില്ല. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. 88 ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ബ്രിക്സ് വാസ് ഹെൽഡ് ഇൻ. ഫസ്റ്റ് മീറ്റിംഗിൻ്റെ ബ്രിക്സിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ഏത് രാജ്യത്താണ് നടന്നതെന്നുള്ളതാണ് ചോദ്യം. 88ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഡി ആണ്. റഷ്യയാണ് ഫസ്റ്റ് മീറ്റിംഗ്. ദ ടേം നൈറോബി പാക്കേജ് ഈസ് റിലേറ്റഡ് ടു ദ അഫയേഴ്സ് ഓഫ് നൈറോബി പാക്കേജ് ഇതുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളതാണ്. 89 സി ആണ്. സി എന്ന് പറയുന്നത് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. 90 ഹൂ അമംഗ് ദ ഫോളോയിങ് നോട്ട് റിലേറ്റഡ് ടു ബാർഗെയിനിങ് തിയറിയുമായി ബന്ധപ്പെടാത്തത് 90 എ ആണ്. കെന്നത്ത് വാട്സ്. Administration is the organization and use of men and material to accomplish the purpose. Who said this? 91ാമത്തെ ചോദ്യത്തിൽ ബി ആണ്. ബി എന്ന് പറയുന്നത് ഫെലിക്സ് നെഗ്രോ ആണ്. 92 The demand for new international economics order NIEO was first made by 92 ഡി ആണ്. അൽജിയസ് സമ്മിറ്റ്. അൾജീരിയയുടെ തലസ്ഥാനമായ അൾജിയേഴ്സിൽ നടന്നിട്ടുള്ള സമ്മിറ്റ് വഴിയാണ് ഡിമാൻഡ് ഫോർ ന്യൂ ഇന്റർനാഷണൽ എക്കണോമിക് ഓർഡർ ഫസ്റ്റ് മേഡ് ചെയ്തത്. 93 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ഫെഡറൽ ഫോം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ് വിച്ച് ഹു മേഡ് ദി സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് ആരാണ് ചെയ്തത്? 93 സി ആണ്. കെ സി വേറെയാണ് സ്റ്റേറ്റ്മെന്റ്. 94 ഹു ആർഗ്യൂഡ് ദ മോഡേൺ കമ്മ്യൂണിക്കേഷൻ ഹാവ് എഫക്ട് ഓഫ് കണ്ടൻസിങ് ഓൾ ഇൻഫർമേഷൻ ഇൻ ടു ബ്രീഫ് സ്ലോഗൻസ്. അങ്ങനെ പറഞ്ഞത് ആരാണ്? 94ാമത്തെ ഉത്തരമായിട്ട് വരുന്നത് എ ആണ്. വാൾട്ടർ ലിപ്മാൻ. മാക്സ് വെബർ മെൻഷൻ 3 types of authority. Which of the following is not one of them? Charismatic authority, ട്രഡീഷണൽ അതോറിറ്റി, ഒഫീഷ്യൽ അതോറിറ്റി, ലീഗൽ റേഷണൽ അതോറിറ്റി. അത് ഏതാണ് വരാത്തത്? മാക്സ് വെബറിന്റെ സി ആണ്. ഒഫീഷ്യൽ അതോറിറ്റി എന്നുള്ളതാണ് വരാത്തത്. ബാക്കിയൊക്കെ ആരുടെ ഇതാണ് 3 types of അതോറിറ്റിയിൽ വരുന്നതാണ്. കരിസ്മാറ്റിക്, ട്രഡീഷണൽ, ലീഗൽ, റേഷണൽ. അടുത്തത് 96 ദ കമ്പോണന്റ് ഓഫ് അബ്സല്യൂട്ട് പ്രോപ്പർട്ടി റൈറ്റ് ആൻഡ് സെൽഫ് ഓണർഷിപ്പ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു. 96 അതെന്ന് പറയുന്നത് ഉത്തരം വരുന്നത് ബി ആണ്. ബി എന്ന് പറയുമ്പോൾ നോസിക്കാണ്. 97 ദ ബേസിക് problem in the working of parliamentary system in India arises out of lack of cohesive and viable party system. Basic problem of working of parliamentary system in India arises out of. 97 ഉത്തരം വരുന്നത് എ തന്നെയാണ്. ഉത്തരം വരുന്നത് ലാക്ക് ഓഫ് കോഹസീവ് ആൻഡ് വയബിൾ പാർട്ടി സിസ്റ്റം. അത് തന്നെയാണ് ഇന്ത്യൻ പാർലമെന്ററിയുടെ പ്രശ്നവും. ബ്യൂറോക്രസിയുടെ പ്രശ്നമല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിന്റെ പ്രശ്നമല്ല, വീക്ക് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അക്കൗണ്ട് ഡിഫൻസ് റിലേഷൻ, അതിൻ്റെ വേറെ പ്രശ്നം ലാക്ക് ഓഫ് കോഹസീവ് ആൻഡ് വയബിൾ പാർട്ടി സിസ്റ്റമാണ് ഇത്. 98ലേക്ക് വരുമ്പോൾ ഈച്ച് ടു കൗണ്ട് ഫോർ വൺ ആൻഡ് നോ വൺ ഫോർ മോർ ദാൻ വൺ വാസ് ദ പ്രിൻസിപ്പിൾ പ്രൊഫൗണ്ടഡ് ബൈ. 98 ബി ആണ് ആൻസർ. ബി എന്ന് പറയുമ്പോൾ ജെറമി ബെന്താമാണ് ഇതിന്റെ. എല്ലാവരും ഒരിക്കലും അത് കൗണ്ട് ചെയ്യുക, അപ്പോൾ ഒന്നിൽ കൂടുതൽ കൗണ്ട് ചെയ്യുന്നത് ഇല്ല എന്നുള്ളത്. അടുത്തത് 99 സ്ട്രാറ്റജിക് ഒഫൻസീവ് റിഡക്ഷൻ ട്രീറ്റി സോർട്ട് സൈൻഡ് ബൈ. 99 സി ആണ് ആൻസർ. ബുഷും പുടിനും ചേർന്നാണ് സോർട്ട് സൈൻ ചെയ്തത്. 100 ഫൗണ്ടർ ഓഫ് ചിക്കാഗോ സ്കൂൾ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് വിച്ച് മെയ്ഡ് കോൺട്രിബ്യൂഷൻ ടു ബിഹേവിയറൽ മൂവ്മെന്റ്. 100ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഡി ആണ്. ചാൾസ് മറിയ.
In which of the following federation does the second chamber have equal representation from the state? Which of the federation does second chamber have the equal representation from the state? 101ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ബി ആണ്. ബി എന്ന് പറയുന്നത് യു എസ് എ അല്ല. അതിനകത്ത് ബി എന്ന് പറയുമ്പോൾ ആൻസർ വരുന്നത് 2 and 4 ആണ്. യു എസ് എയും ഉണ്ട്, ആസ്ട്രേലിയയും ഉണ്ട്. അവിടെയാണ് സെക്കൻഡ് ചേമ്പറിൽ ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഫ്രം ദ സ്റ്റേറ്റ്. എല്ലാ സ്റ്റേറ്റിനും ഒരേ റെപ്രസെൻറ്റേഷൻ, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ അല്ല എന്നാണ് തോന്നുന്നത്. 102. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫ്രഞ്ച് ജുഡീഷ്യൽ സിസ്റ്റം ഈസ് നോട്ട് കറക്റ്റ്? French judiciary has got a power of judicial review. The method of appointment of judges differs from the Britain and USA. There are two types of courts, ordinary courts and administrative courts. There are courts of appeal and the Fifth Republic of France. അത് ഏതാണ്? നോട്ട് കറക്റ്റ് ആണ്. അത് നോട്ട് കറക്റ്റ് വരുന്നത് ഇവരുടെ എ ആണ് കേട്ടോ. എ എന്ന് പറയുമ്പോൾ ദ ഫ്രഞ്ച് ജുഡീഷ്യറി ഹാസ് ഗോട്ട് എ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഇല്ല, കറക്റ്റ് അല്ല. ബാക്കിയൊക്കെ ഉണ്ട്, ബാക്കിയൊക്കെ ശരിയാണ് ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം. 103. സ്റ്റേറ്റ് under Article 12 of the Indian Constitution includes. Article 12 of the Indian Constitution includes. 103 എ ആണ് ആൻസർ. 103 എ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 12 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ലീഗൽ അതോറിറ്റീസ് അതൊന്നുമല്ല. ആർട്ടിക്കിൾ 12 പറയുന്നത് ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ. 103 ഉത്തരം വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പൊ പിന്നെ ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ആൻഡ് അതായത് ഉത്തരം വരുമ്പോൾ എ വരുമ്പോൾ 1, 2, 3 ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 12 പറയുന്നത് ഗവൺമെന്റ് ഓഫ് പാർലമെന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ആൻഡ് രജിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ്, ലോക്കൽ അതോറിറ്റീസ് ഓഫ് അതർ അതോറിറ്റീസ് വിതിൻ ദ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ 3 വരുന്നുണ്ട്. 104. ഐഡന്റിഫൈ ദ പെയർസ് വിച്ച് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. കറക്റ്റായിട്ട് മാച്ച് ചെയ്യാത്ത പെയർ ഏതാണെങ്കിലും അത് കണ്ടുപിടിച്ച് പറയണം. ഇന്ത്യൻ ഡി ആണ് മാച്ച് ചെയ്യാത്തത്. ഇൻട്രസ്റ്റ് ഓഫ് ദ സ്ട്രോങ്സ്റ്റ് അരിസ്റ്റോട്ടിൽ, അതാണ് മാച്ച് ആവാത്തത്. ബാക്കിയൊക്കെ കറക്റ്റാണ്. ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജ് ലീസ്റ്റ് അഡ്വാൻറ്റേജ് ജോൺ റോബ്സ്. ഗ്രേറ്റസ്റ്റ് ഗുഡ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ബന്ധം. ഹാർമണി ബിറ്റ്വീൻ പാർട്സ് ഓഫ് ദ സൊസൈറ്റി പ്ലാറ്റോ. അത് 105. The theory of political parties propounded by Maurice Duverger is 105 ബി ആണ് ആൻസർ. 4-fold classification on the basis of structure. 106 ചോദ്യം. നമ്പർ ഓഫ് ജഡ്ജസ് ഇൻ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇൻക്രീസ്ഡ് ബൈ. എങ്ങനെയാണ് സുപ്രീം കോടതി ജഡ്ജിയുടെ നിയമനം നമ്പർ കൂട്ടുക? 106 സി ആണ് ആൻസർ. അമെൻഡ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അങ്ങനെയാണ് നമ്പർ കൂട്ടുക. നമ്പർ ഓഫ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ടിനെ കൂട്ടണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് വേണം. 107. ദ ക്രിയേഷൻ ഓഫ് ലോക്കൽ ഫിനാൻസ് കമ്മീഷൻ വാസ് സജസ്റ്റഡ് ബൈ. ക്രിയേഷൻ ഓഫ് ലോക്കൽ ഫിനാൻസ് കമ്മീഷൻ വാസ് സജസ്റ്റഡ് ബൈ. 107ാമത്തെ ചോദ്യോത്തരം സി ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ്? ജനറൽ സിസ്റ്റം തിയറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിസ്റ്റം തിയറി is high attractive from the standpoint of empirical research. Theory has been criticized for failing adequately cater for the concepts such as the political power and influence. ഈ തിയറിയുടെ അഡ്വാൻറ്റേജ് ഇതാന്ന് പറയുന്നത് അതെന്താണ്? ഉത്തരം വരുന്നത് 108. 108ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ബി ആണ്. ബി എന്ന് പറയുമ്പോൾ 2 പുള്ളി. കറക്റ്റ് വരുന്നത് സിസ്റ്റം തിയറി ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ് ടു ഫെയിലിംഗ് ടു അഡിക്വറ്റ്ലി കാറ്റർ ഫോർ കൺസെപ്റ്റ് സച്ച് ആസ് പൊളിറ്റിക്കൽ പവർ ആൻഡ് ഇൻഫ്ലുവൻസിനെ പറ്റി കാറ്റർ അവരുടെ ആവശ്യത്തിൽ അതേപ്പറ്റി അഡിക്വറ്റ്ലി ആയിട്ട് ഈ കൺസെപ്റ്റ് ഒന്നും പറയുന്നില്ല. അത് ക്രിട്ടിസൈസ് ഒന്നും പറയാത്തത് കൊണ്ടാണ് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. 109 വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് പ്രസന്റ് മൂവ്മെന്റ്. കർഷക സമരം അല്ലാത്ത ഏതാണെന്നുള്ളത്.
അത് നമുക്കറിയാം തെലങ്കാന മൂവ്മെന്റ് ആയിരിക്കും. 109 എന്ന് പറയുന്നത് ബി എ പണിയായോ പെസന്റ് മൂവ്മെന്റ്. അയ്യോ തെറ്റിപ്പോയോ. തെലബിയ മൂവ്മെന്റ് കേദാ മൂവ്മെന്റ് തെലങ്കാന മണിപ്പൂർ ഒക്കെ തെറ്റിപ്പോയോ. 109 നോക്കാം, കൺഫേം ചെയ്യാം. ഇവര് പറയുന്ന തബിയ മൂവ്മെന്റ് ആണ്. തെലങ്കാന മൂവ്മെന്റ് ഒരു പെസന്റ് മൂവ്മെന്റ് അല്ല, ഒരു രാഷ്ട്ര രൂപീകരണത്തിനുള്ള മൂവ്മെന്റ് ആണെങ്കിൽ അതിന് പ്രസന്റ് മൂവ്മെന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ തബിയ മൂവ്മെന്റ് ആണ്, ഇതിനകത്ത് തബിയ മൂവ്മെന്റ് ആണ്. അത് കൺഫേം ചെയ്യണം. 110 വിച്ച് ഓഫ് ദ ഫോളോവിങ് തിയറീസ് ഈസ് നോൺ ആസ് വോയിസസ് ഫ്രം പെരിഫറി. ഡിപ്പെൻഡൻസി തിയറി തന്നെയാണ്. അത് തെറ്റിയാൽ നമ്മുടെ എല്ലാം തന്നെ ഡിപ്പെൻഡൻസി തിയറി, സംശയമൊന്നും ഇല്ല അതിനകത്ത്. 110 ഡി ശരിയാണ്. 110 ഡി ആണ്, ഡിപ്പെൻഡൻസി തിയറിയാണ്. ഡിപ്പെൻഡൻസി തിയറിയിലാണ് ഈ പെരിഫറി എന്നൊക്കെയുള്ള കൺസെപ്റ്റ് വരുന്നത്. 111 ചോദ്യം. Who among the the concept of zone of indifference is associated with the C ആണ്. അതോറിറ്റിയാണ് ഉത്തരം വരുന്നത്. അതോറിറ്റി. Who among the following is associated with the institutional approach? 112 എ ആണ്. ജെയിംസ് ബ്രൈസ്. Nash and uneven development was the response to 19th century idea of 13 a capitalism. First book on new public administration was edited by W.D. Waldo. 115 the author of administrative behavior. 115 a Herbert Simon. Who among the following described elites as speculators and rentiers? എലൈറ്റിനെ പറ്റി പിന്നെ മൊസ്കയാണത് പറഞ്ഞ സംശയമുണ്ട്. സ്പെക്കുലേറ്റേഴ്സ്, റെന്റിയേഴ്സ്, അത് മൈക്കിൾസ് ആണോ റൈറ്റ് ആണോ മൊസ്കയാണോ? മൊസ്ക അങ്ങനെയല്ല, മൊസ്ക പറഞ്ഞിരിക്കുന്നത് റൂൾഡ് ക്ലാസ് അങ്ങനെയാണെന്ന് തോന്നുന്നു. 116 ഉത്തരം വരുന്നത് ഡി ആണ്. ഇത് പാരറ്റോ ആണ് പറഞ്ഞത്. ദ ഫോളോവിങ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്പെക്കുലേറ്റേഴ്സ് ആൻഡ് റെന്റിയേഴ്സ്. പാരറ്റോ ആണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. 117 ഇൻ ഇന്ത്യ ദ നാഷണൽ കമ്മീഷൻ to review working constitution was forming during the prime ministership of അതാരാ? 117 സി ആണോ? എ ബി വാജ്പേയി. 118 identify the following events is in a correct chronological order. രാജീവ് ഗാന്ധി ഇൻവേഷൻ, ഷൈല ഇൻവേഷൻ, രാജീവ് ഗാന്ധി ജയവർദ്ധന റെക്കോർഡ്, ബംഗ്ലാദേശ് റിവലേഷൻ വാർ, കാർഗിൽ വാർ. ഏറ്റവും അവസാനം തന്നെ കാർഗിൽ വാറാണ് നമുക്കൊക്കെ അറിയാം. അങ്ങനെയാണ് ഉത്തരം പെട്ടെന്ന് രണ്ട് നടന്നതായിട്ട് വരിക. 2 ബി അതിനകത്ത് കറക്റ്റ് ക്രോണോളജിക്കൽ. ചൈന ഇൻവേഷൻ കഴിഞ്ഞിട്ടാണ് ബംഗ്ലാദേശ് റിവലേഷൻ വന്നിട്ടുള്ളൂ. പിന്നെയാണ് രാജീവ് ഗാന്ധി വരുന്നത്. അങ്ങനെയാണെങ്കിൽ എ ആണ് ആൻസർ. 118 എ ആണ് ആൻസർ. 119 ഐഡിയ ഓഫ് കമ്മിറ്റഡ് ബ്യൂറോക്രസി ഇൻ ഇന്ത്യ വാസ് അഡ്വക്കേറ്റഡ് ബൈ. 119 ബി ആണ് ആൻസർ, ഇന്ദിരാഗാന്ധി. 120 Marshall Plan was meant for building economic of the third world, building the economies of third world, building of Western European economies, rebuilding economies of North American. ഇത് മാർഷൽ പ്ലാൻ എനിക്ക് പണ്ട് പഠിപ്പിച്ച ഓർമ്മയുണ്ട് സാറ്. അത് മാത്രമാണ് സാറ് പഠിപ്പിച്ചതിനകത്ത് വന്നത് തന്നെ. ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സ് പഠിച്ചൊരു വ്യക്തി മാർഷൽ പ്ലാൻ മറക്കാൻ പാടില്ല. അത് ബിൽഡിംഗ് ഓഫ് എക്കണോമീസ് ഓഫ് തേർഡ് വേൾഡ്, അല്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തുന്നത് തന്നെയാണ് നല്ലത്. റീബിൽഡിംഗ് ഓഫ് വെസ്റ്റേൺ യൂറോപ്യൻ, റീബിൽഡിംഗ് ആണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഞാനത് തേർഡ് വേൾഡ് ആണെന്ന് വിചാരിച്ചത്. പക്ഷെ അത് റീബിൽഡിംഗ് ഓഫ് വെസ്റ്റേൺ യൂറോപ്യൻ എക്കോണമീസ് ആണ്.
രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വെസ്റ്റേൺ യൂറോപ്യൻ മാർഷൽ പ്ലാൻ അതായിരുന്നു. റീബിൽഡിംഗ് ഓഫ് വെസ്റ്റേൺ യൂറോപ്യൻ എക്കോണമീസിൽ മാർഷൽ പ്ലാൻ അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് ആ പ്ലാൻ കൊണ്ടുവന്നത്. ഓക്കെ, എന്തായാലും ടഫാണ്. ടഫ് അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിനകത്ത് 5-6 ക്വസ്റ്റ്യൻ മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ കേൾവിയില്ലാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ് എനിവേ.